അല്ലാഹുവിന്റെ നബിയാണ്, അല്ലാഹ്ക്ക് ഇഷ്ടമാണ്, അല്ലാഹ്ക്ക് ഏറ്റവും അടുപ്പമാണ്, നമുക്കെല്ലാവർക്കും ഇഷ്ടമാകണം. അല്ലാഹുവേ, ഹബീബ് തങ്ങള് ഭാര്യയെക്കാളും മക്കളെക്കാളും കുടുംബത്തെക്കാളും വാഹനങ്ങളെക്കാളും സ്വർണത്തെക്കാളും ഡയമണ്ടുകളെക്കാളും എല്ലാത്തേക്കാളും ഞങ്ങളുടെ രാജാവ് ഞങ്ങൾക്ക് നീ ഇഷ്ടമാക്കി തരണം അല്ലാ. ചെറിയ മഴ നല്ലതാണ്. ഉസ്താദൊക്കെ ഉണ്ട്, ചോദിച്ചോക്കെ ബർക്കത്താണ്. ചെറിയ മഴയൊക്കെ വന്നാ ദുആക്ക് ഉത്തരമുണ്ടെന്നാണ്. സദസ്സില് വയലിന്റെ സദസ്സില് ദുആന്റെ സദസ്സിലൊക്കെ മഴ വന്നാ ബർക്കത്താണ്. ദുആന്റെ സദസ്സിൽ തുമ്മിയാൽ നല്ലതാണ്. തുമ്മുന്നതിന് എന്ത് എന്താ ഒക്കത്തൂറാറ് തുമ്മലില്ലേ? തുമ്മുന്നറിയില്ല, എന്തു ചെന്നില്ല, തുമ്മുന മാത്രം. അൽഹംദുലില്ലാ. ശരി, തുമ്മുമ്പോ അൽഹംദുലില്ലാ. തുമ്മുന്നതിന് എന്ത് പറയുന്നുണ്ട്? തുമ്മുന്നതിന് തുമ്മിയാൽ അൽഹംദുലില്ലാ പറയണം, ശരിയാണ്. ചിലയിടത്ത് ഈ തുമ്മുന്നതിന് അക്ഷിടുന്നെല്ലാം പറഞ്ഞില്ല. ഏതു ആകട്ടെ, തുമ്മുന്നു നല്ലതാണ്. തുമ്മിയാക്ക് ദുആക്ക് ഉത്തരമുണ്ടെന്നെല്ലാം പറഞ്ഞ മഹാന്മാര്. മഴ വരണം, മഴ വന്നില്ലെങ്കിൽ വെള്ളം ഉണ്ടാവൂല. മഴനെ ലാ തസുബ്ബുൽ മത്തർ, നിങ്ങൾ മഴനെ ആക്ഷേപിക്കാൻ പാടില്ലെന്നാണ്. മഴനെ ആക്ഷേപിക്കുക. വയത് കേൾക്കുന്നില്ല? അല്ലാഹു തആല മഴയും കാറ്റും എല്ലാം നമുക്ക് അനുഗ്രഹമായി ധാരാളം വെള്ളം കൃഷിക്കും ജീവിക്കാനും മറ്റുമെല്ലാം നല്ല വെള്ളം, നല്ല കാറ്റ്, നല്ല കൃഷി ഒക്കെ വേണം. പാട്ടെണിക്കാത്ത ആൾ ഇപ്പൊ അല്ലേ? അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. മൈക്കെല്ലാം സൂക്ഷിച്ചോളി, അതിന്റെ സാധനങ്ങളെല്ലാം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ഇഷ്ടം വേണം. ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. നബി തങ്ങളെ മനസ്സുകൊണ്ട് ഇഷ്ടം വെക്കണം. ഉമ്മ അമ്മാറ ബീവി അറിയുമല്ലോ, യുദ്ധ പോർക്കളത്തിൽ പോയിട്ട് ആ ബീവിയായ ധാരാളം വയസ്സുള്ള ഉമ്മയില്ലേ, ആ ഉമ്മ അല്ലാഹുവിന്റെ റസൂലിന് കാവൽ നിൽക്കുന്നു, ഹബീബ് തങ്ങൾക്ക് കാവൽ നൽകുന്നു, ശത്രുക്കളോട് പോരാടുന്നു. ഹബീബ് തങ്ങൾ ചോദിക്കുകയാ, അല്ല ഉമ്മമാറ, എവിടെ നിന്ന് ഈ ധൈര്യം കിട്ടി? ദുആ ചെയ്യുന്ന വേളയില് ആ ഉമ്മ പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങനെ പറഞ്ഞാൽ പോരാ, നാളെ സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ കൂടാ, സ്വർഗത്തിൽ അവിടത്തെ കൂടെ ഇരിക്കാ. അല്ലാഹുവിനോട് ചോദിക്കണേ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു പോയി. ആ ബീവിക്ക്, ആ കുടുംബത്തിന് റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനാ. നബി തങ്ങളെ സ്നേഹം വെച്ചോ, റസൂലുള്ളാഹിനെ ഇഷ്ടം വെച്ചോ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാ. അല്ലാഹുവേ തൗഫീഖ് നൽകണം അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുറച്ചും കൂടി കയറിയിരിക്കാം, കുറച്ച് മുന്നിലേക്ക് കയറിയിരിക്കാം. എല്ലാവരും ഇരിക്കുന്ന കസേരയിൽ കുറച്ച് മുന്നിലേക്ക് വെക്കാം, അപ്പൊ കുറച്ച് കൂടുതൽ കേൾക്കും. അങ്ങനെ ഒരു സ്വലാത്തില്ല. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്
على ياسين حبيب الله അല്ലാഹുവേ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം നീ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങൾക്കെല്ലാവർക്കും നീ ഖൈർ നൽകണം അല്ലാഹ് മുഅ്മിനീങ്ങളെ ദുനിയാവിന്റെ ആയുസ് തീർന്നു വരുന്നു ആകാശത്തിന്റെ ആയുസ് തീർന്നു വരുന്നു സൂര്യന്റെ ആയുസ് തീർന്നു വരുന്നു മഹദി ഇമാം യാത്രക്കൊരുങ്ങുന്നു ഈസാ നബി ഇറങ്ങാനൊരുങ്ങുന്നു അന്ത്യനാളിന്റെ അടയാളങ്ങൾ ഓരോന്നായി കണ്ടുവരുന്നു ആഖിർ സമാനിനോടടുത്ത കാലമാണ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അബൂ ഉമാമ തങ്ങളെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസ സയകൂന റിജാലും മിൻ ഉമ്മത്തി യഅകുലൂന അൻവാഅ എന്റെ ഉമ്മത്തികളിൽപ്പെട്ട ആളുകൾ വ്യത്യസ്തങ്ങളാകുന്ന ഭക്ഷണങ്ങൾ തിന്നുന്നൊരു കാലം വരാനുണ്ട് വ്യത്യസ്തങ്ങളായ ഭക്ഷണം അല്ലേ ഒരു കോഴി കൊണ്ട് നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കുന്നു പണ്ടൊരു കോയിന്റെ ചാർ അല്ലേ റാത്തീബിനും മൗലിദിനൊക്കെ എന്ന് പറഞ്ഞാല് ഒരു കോയിന്റെ ചാർ ഒരു നാടൻ കോയിന്റെ ചാർ ഇന്ന് ഒരു കോഴി കൊണ്ട് എന്തെല്ലാം സംരംഭങ്ങളാണ് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് അങ്ങനെ വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ അന്ത്യനാളിനോടടുക്കുമ്പോ വ്യത്യസ്തങ്ങളായ ഭക്ഷണ പലഹാരങ്ങൾ അവരുണ്ടാക്കുന്നു അവർ കഴിക്കുന്നു അങ്ങനെയാണ് ഒരുപാട് ഭക്ഷണം കഴിക്കുക ആളുകൾ പണ്ട് കുറച്ച് ഭക്ഷണം കഴിക്കുമായിരുന്നു കുറച്ച് ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു ഇന്നതല്ല ധാരാളം തിന്നുക നല്ലോണം വാങ്ങുക ഉണ്ടാക്കുമ്പോൾ തന്നെ പെണ്ണുങ്ങൾ നല്ലോണം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പരാതിയാണ് ഒരു കറി ഉണ്ടാക്കിയ ഗുൽമാലാണ് അതിന്റെ കൂടെ വേറെയും വേണം ഒരുപാട് വേണം ഉണ്ടാക്കുന്നത് തെറ്റുന്നല്ല അങ്ങനെ ഭക്ഷണങ്ങള് വ്യത്യസ്തങ്ങളായി ഉടലെടുത്തു വന്നാൽ അത് അന്ത്യനാളിനോടടുത്ത കാലമാണങ്ങനെ പിന്നെ ഭക്ഷണങ്ങൾ എവിടെയും കളഞ്ഞു പോകരുത് ഭക്ഷണം എറിഞ്ഞു പോകരുത് ഒരറ്റ പറ്റുപോലും എറിയരുത് ഭക്ഷണങ്ങൾ എറിയുന്നവർ കറി കളയുന്നവർ അവർക്ക് അല്ലാഹു തആല തിബിന്റെ കിതാബിൽ കാണുക അല്ലാഹു തആല ചില മുസീബത്തുകൾ രോഗങ്ങൾ കൊടുക്കുന്നു ആ രോഗത്തിന് പരിഹാരമില്ല ഭക്ഷണമെറിയുന്നവർ ഭക്ഷണം കളയുന്നവർ ചോറ് കളയുന്നവർ കറി കളയുന്നവർ അങ്ങനെ ഭക്ഷണം എറിയുന്നവരാരോ അവർക്ക് ബറക്കത്തില്ല അന്ത്യനാൾ അടുത്തു വന്നാൽ ചില ആളുകൾ പട്ടിണി കൊണ്ട് മരിക്കുന്നു ചില ആളുകൾ ഭക്ഷണമെറിയുന്നു ഇതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഉമ്മമാരെ ഉപ്പമാരെ ഭക്ഷണം കളഞ്ഞു പോകല്ല മന്നക്കലമായ വീണുപോയ ഭക്ഷണം പെറുക്കിയെടുത്ത് തിന്നാൽ അവൻ അല്ലാഹു വിശാലതയുള്ള ജീവിതം കൊടുക്കുന്നു ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കുന്നു അതുകൊണ്ട് ഭക്ഷണം എവിടെയും കളയാൻ പാടില്ല അരിയും കളയാൻ പാടില്ല ബഹുമാനുണ്ട് അതാണ് ഈ പണ്ടുള്ള ആള് പറയുന്നത് അരിന്റെ മുകളിൽ ഇരിക്കണ്ട അല്ലേ അരിന്റെ മുകളിൽ ബഹുമാനം ഗസാലി ഇമാം പറയുന്ന ചൂടാക്കി ഉണ്ടാക്കപ്പെട്ട ഭക്ഷണം കത്തി കൊണ്ട് മുറിക്കൽ പോലും നല്ലതല്ലാന്നാണ് അല്ലേ കേട്ടിനാ പണ്ടുള്ള ആള് മരിച്ചപ്പോലെ പോരെന്നല്ല പത്തിരി കൈ കൊണ്ട് മുറിച്ചിട്ടാണ് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാ വയസ്സുള്ള ആൾക്ക് പള്ളിക്ക് പത്തിരി കൊടുക്കുമ്പോ മരിച്ച വീട്ടിൽ നിന്നെല്ലാം കൊടുക്കുമ്പോ കയ്യിലാണ് കീറലുണ്ടായത് അറിയാം കൈ കൊണ്ടാണ് പണ്ടുള്ള ആളുകൾ ഭക്ഷണത്തെ അങ്ങനെ കത്തിയുണ്ട് മുറിക്കൽ വളരെ കുറവാണ് അങ്ങനെ പറഞ്ഞപ്പോ ഒരാൾ കേട്ട് അപ്പൊ ഉസ്താദ് കൽത്തപ്പത്തിന് എന്താക്കുന്നത്
കത്തി കൊണ്ട് മുറിക്കണ്ടെങ്കിൽ ഇനി കൽത്തപ്പത്തിന് കത്തി കൊണ്ട് തന്നെ മുറിക്കണം എന്നുള്ള കായികമൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നൊരുത്തൻ അപ്പൊ ഷവർമ തിന്നാൻ കായാലും ഉസ്താദേ, ഷവർമ അങ്ങനെ മുറിച്ചിട്ടുണ്ടാക്കുന്നല്ല, വേണമെങ്കിൽ തിന്നോളി. കൊച്ചിയിലൊരുത്ത തിന്നിട്ട് മാത്രം മരിച്ചിനി, നമുക്കതൊന്നും അറിയാല. വേണ്ടെങ്കിൽ തിന്നോളി. അമ്മന് ഷവർമ കച്ചവടക്കാർക്കും അഡ വെക്കുന്നില്ല, തിന്നോളി. എപ്പോഴും ഒരിക്കലും ജാഗ്രത ആയിക്കോളി അല്ലേ. പിന്നൊരാൾ അയച്ചെന്ന് പാൻപുരിക്ക് മൂത്രിക്കുന്ന വീഡിയോ അല്ലേ, ടേസ്റ്റ് കൂടാൻ വേണ്ടി. ഒരു ഉസ്താദ് പറഞ്ഞ പോലെ ആ മുസ്ലിമീങ്ങളെ ഹോട്ടലിലേക്ക് ഞാൻ വരുന്നില്ല. അപ്പൊ അയാളോട് ചോദിച്ചാൽ എന്തേ അങ്ങനെ ഓറ് മൂത്രം ചേർക്കുന്നു എന്നുള്ളതാണ് ഉസ്താദിന്റെ കംപ്ലൈന്റ്. അങ്ങനെ പിന്നെടുത്ത് പോയിട്ട് നല്ല അടികന്തനോട് കേട്ടാല ഒക്കെ ഇങ്ങനെ ഇങ്ങനെ നിങ്ങത് നല്ലോണം ഒഴിക്കുന്ന. അപ്പൊ ചെന്നല്ല ഇജ്ജിമാരെ അങ്ങനെ ഞങ്ങൾ എന്താക്കുന്നില്ല, കൊറേ ഒന്നും എന്താക്കുന്നില്ല. അത്ര ബെല്ല സാമാനല്ലേ ഒഴിച്ചൊക്കെ എന്താവും, അങ്ങനെ കുറച്ചൊഴിക്കുന്നേ. അപ്പൊ പിന്നെ ഈ ഉസ്താദിന്റെ ഒക്കെ ഉള്ള ആള് നിർത്തി ഹോട്ടലിലേക്ക് വന്നു. വേണ്ട, അങ്ങനൊക്കെ ഉണ്ട് ചില ഇടങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടല്ലേ, അങ്ങനൊക്കെ ഉണ്ട്. അതൊക്കെ സൂക്ഷിക്കുക. അല്ലാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഭക്ഷണം ബഹുമാനിക്കപ്പെടേണ്ടതാണ്, ആദരിക്കപ്പെടേണ്ടതാണ്. അതാണ് പണ്ടുള്ള ആളുകൾ കടയങ്കല്ലിൽ ഇരിക്കണ്ടെന്ന് പറയും, അരിന്റെ ചാക്കിൽ ഇരിക്കണ്ടെന്ന് പറയും. അരി തിന്നെങ്കിൽ നായിന്റെ ബുദ്ധിയാവുന്നെല്ലാം പറയും ചില ആൾ. അതിലൊക്കെ എണ്ണി അങ്ങനൊന്നുമില്ല. അരി തിന്നെങ്കിൽ ബുദ്ധി നായിന്റെ ബുദ്ധിയാവും. അത് എന്തേന്ന് കേട്ടെങ്കിൽ ഈ പണ്ട് പെണ്ണുങ്ങൾക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, സുഡ്ഗഡുണ്ടായിട്ടില്ല, ഓൺലൈൻ ഗെയിം എന്തുണ്ടായിട്ടില്ല. പൊരേല് മുണ്ടാതിരിക്കുമ്പോ മയൽ വരുമ്പോ കട്ട്ല ബാദാമ പിസ്ത അതും ഉണ്ടായിട്ടില്ല. മുണ്ടാതിരിക്കുമ്പോ അരി എടുത്തിട്ട് വായിക്കിട്ട് തിന്നോണ്ടായത്. തിന്നെങ്കിൽ ഈ അരി തീരേലേ. അങ്ങനെ ഉമ്മാമാണ്ട് പണ്ട് ഐഡിയ ആക്കി അതിന്റെ അരി തിന്നെങ്കിൽ നായിന്റെ ബുദ്ധിയാന്ന്. പെണ്ണു പിള്ളേർക്ക് ഇങ്ങനത്തെ വലിയ പേടി. പണ്ട് മങ്ങത്തിന് മഴ വരുന്നേലെങ്കിൽ ഭയങ്കര പേടി. പെണ്ണുങ്ങ എന്താക്കുന്ന തേങ്ങ തിന്നോണ്ടായി. തേങ്ങ പണി പണ്ടത്തെ പോലെ ഇപ്പത്തെ പോലെ തേങ്ങ ഉണ്ട. ആഴ്ചക്ക് ഒരു തേങ്ങ, അതും പൈസക്കാരുടെ പേരിൽ മാത്രം തേങ്ങാന്റെ കറി. പാപത്തിന്റെ പേരിൽ മുളവിന്റെ ചാറ്, മുളവിന്റെ തണ്ണി എന്നിട്ട് അത്. അപ്പൊ ഈ തേങ്ങക്ക് ഭയങ്കര വിലയായിരുന്നു, വിരളമായിരുന്നു. തോട്ടക്കാർ മാത്രം തേങ്ങ ഇടും, പാവങ്ങളെ വല്ല തേങ്ങയില്ല. ഈ പെണ്ണുപിള്ളർ എന്താക്കും, ഇതിനെ പാതി തിന്നിട്ട് കടിച്ചിട്ട് തിന്നിട്ട് തേങ്ങവും വെല്ലവും തിന്നിട്ടല്ല തീർക്കുമ്പോ. പണ്ട് മങ്ങത്തിന് മയ വന്നില്ലെങ്കിൽ വലിയൊരു അപ്പശക്കുണ. എന്താ വലിയ കുണ്ടില് പൊര പുതിയാപ്പള ജാരറ്റ് വീണിട്ട് ഉരുണ്ടോണ്ട് പോയിട്ട് പെരക്കെത്തിയതെല്ലാം ഉണ്ട്. കുട്ട കിഞ്ഞിട്ട് പോകുമ്പോ അങ്ങനത്തെ പൊരന്റെ മുറ്റത്ത് വലിയ പന്തല്. മഴ വന്നെങ്കിൽ ആകെ മംഗല ചക്കര കഞ്ഞി, ചോറിന്റെ ഒക്കെ ചാറിന്റെ ഒക്കെ ചോറും തണ്ണിയിലൊക്കെ മിക്സായ ചോറും. അതിനെ ഊറ്റിട്ട് കുടിച്ചോളണം വേണമെങ്കിൽ. വലിയ പേടി പെണ്ണുങ്ങൾക്ക് മങ്ങത്തിന് മഴ വരുന്നേ. അങ്ങനെ ഉമ്മാണ്ട് ഐഡിയ ആക്കി തേങ്ങ തിന്നെങ്കിൽ മങ്ങത്തിന് മഴ വരും. മഴക്കാലത്ത് മങ്ങലെടുത്തെങ്കിൽ തേങ്ങ തിന്നാതിലെങ്കിൽ തിന്നെങ്കിലും മഴക്കാലത്ത് മങ്ങലെടുത്തെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ എടുത്തെങ്കിൽ വരും. പിന്നെ ഇപ്പൊ മഴ വരുന്നതിന് മഴക്കാല വേനൽക്കാലം ഒന്നിട്ടില്ല, എപ്പോഴെല്ലാം മഴ വരും. അതുകൊണ്ട് നിങ്ങൾ മഴനെ പറയാൻ നിൽക്കണ്ട, മഴനെ ചീത്ത പറയാൻ പാടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചില ഐഡിയ അല്ല പണ്ടത്തെ ഉമ്മാണ്ടാക്കി വെച്ചിനി. ഉമ്മാന്റെ പോരേന്ന് മാച്ചി കൊണ്ടുപോകാൻ പാടില്ല. ഉമ്മാന്റെ പോരേന്ന് മോളെ ഉണ്ട് അങ്ങനെ. ഉമ്മാന്റെ പോരേന്ന് മാച്ചിൽ മാച്ചിൽ അടിക്കുന്ന സുബ്ഹാന ജല്ല ജലാൽ അടിക്കുന്നില്ല, മിഷൻ ഇടല്ലോ. നിങ്ങളെ കാണുമ്പോൾ അറിയുന്നു പെണ്ണുങ്ങൾ തച്ചിട്ട് അടിപ്പിക്കും നിങ്ങളെ. അടിക്കണം. നബി തങ്ങൾ പല വൃത്തിയാക്കി എല്ലാം അടിക്കണം. നമ്മളെല്ലാം ഈ ആണുങ്ങൾ കൈ കിട്ടിയിട്ട് എഞ്ചിനീയർ മേസ്ത്രി പോലെ നിൽക്കുന്നല്ല, അടിക്കണം. ആഴ്ചയിൽ വരുന്നെങ്കിലും അടുപ്പിക്കണം ആണുങ്ങളെ കൊണ്ട്. വയതിന് വിളിച്ചതിന് പെണ്ണുങ്ങൾക്ക് എന്തൊക്കെ ഒരു നേട്ടാണ്ട് അടുപ്പിക്കണം. അതെല്ലാം ചെയ്യണം. അല്ലാഹു തആല ഖൈർ നൽകട്ടെ. അല്ലേ, നമ്മളെ ചെരുപ്പ് നമ്മൾ കഴുകണം, നമ്മളെ വസ്ത്രം നമ്മൾ കഴുകണം. പൊര ഇടക്കിടക്കൊന്ന് അടിച്ച് വൃത്തിയാക്കണം. ബല എടുക്കുന്നല്ല ആണുങ്ങൾ എടുത്തെങ്കിൽ നല്ലതാണ് പെണ്ണുങ്ങളെ മദ്ഹബ് അല്ലേ. ആണുങ്ങൾ ബല എടുത്തെങ്കിൽ ബേത്തിന് ബല വരുന്നില്ല, വിഷയൊക്കെ മാത്രം നേര് അല്ലേ. ആണുങ്ങൾ എടുത്തെങ്കിൽ ബേം വരുന്ന പെണ്ണുങ്ങൾ ചെന്നൊക്കെ അങ്ങനെ പരയില് മൈക്കന്റെ അളവ് ഒക്കുന്നത് നിങ്ങന്റെ മനുഷ്യന്മാരെ മുണ്ടുന്നില്ല. വിഷയം ശരി തന്നെ. എന്തറിയോ, ഈ പെണ്ണുങ്ങ പാപ്പ ഇവിടുത്തെ പെണ്ണുങ്ങല്ല, തമിഴ്നാട്ടിലെ പെണ്ണുങ്ങ പാപ്പ മെല്ലെ ബല എടുത്ത് വെച്ചു ബല എടുക്കല. എന്തറിയോ, വെച്ചു ബല എടുത്തെങ്കിൽ ഈ ബലിന്റെ ജീവനാദി ഉണ്ടല്ല, ആ സാധനം അത് മൊയില് പറ്റിയെങ്കിൽ ഫൈറ്റ് പിടക്കാവുന്ന പേടിച്ചു മെല്ലെ എടുക്കുന്നത്. ഓറി എടുത്തോണ്ട് പോകുമ്പോ ഈ താഴേക്ക് വീണ സാമാനം മീത്തൊക്കെ പോയിട്ട് പയ്യൊക്കെ ബല കെട്ടുന്നു.
ആണുങ്ങ പലയെടുക്കുന്ന അങ്ങനല്ല. ചൊടിച്ചിട്ട് അരിസം വന്നിട്ട് നീയല്ല നിന്റെ ഉപ്പ പണ്ട് എന്നെ ഹലാക്ക ബ്രോക്കർ കൊണ്ടുപോയിട്ട് തോപ്പിച്ചിട്ട് ഈ മുസീബത്തിനെ കൊടുത്തിട്ട് ആ ചൊടിയിലെ തച്ചിട്ട് എന്താക്കുന്നത് എല്ലാത്തിനും കൊന്നിട്ട് വെച്ച് 1 മാസം ബല വരുന്നേ ഇല്ല. വിസ കറക്റ്റ് തന്നെ. ആണുങ്ങ ബല എടുത്തെങ്കിൽ എന്താന്നില്ല, ബല വരുന്നില്ല. ആണുങ്ങ ബല എടുക്കുന്ന എന്ത് നിയത്തില് വള ഷാവിന്റെ ശരീരം തുടങ്ങുന്ന ആണുങ്ങ. അങ്ങനെ ഉണ്ടല്ലോ ആള്. അങ്ങനെയാണ്. അത് ഏതോ ആകട്ടെ, നിങ്ങൾ ഇടക്കിടക്കെല്ലാം പോയിട്ട് ബല എടുക്കാനും പണിയെടുക്കാനും ഹിദമത്ത് എടുക്കാനല്ല കൂടുന്നതല്ല. പിന്നെ ചില ആണുങ്ങ പോയിട്ട് ഞാൻ മുറിക്കട്ടാന്ന് കേട്ടിട്ട് മുറിക്കാൻ തുടങ്ങിയെങ്കിൽ അന്ന് ചോറുമില്ല ചാറുമില്ല. അങ്ങനത്തെ ആണുങ്ങ പോവാതിരിക്കുന്നതല്ല കിച്ചണിലേക്ക്. പിന്നെ ഞാൻ ഒരാഴ്ച ഉസ്താദ് നിങ്ങളെ വയതെല്ലാം കേട്ടിട്ട് ഞാൻ ഓള് ചൊല്ലി തൊട്ടേക്ക് ജാഗ്രത എല്ലാം വലിച്ചിട്ടിട്ട് നോക്കുന്നതാണ്. രണ്ടാമത് പണി കൂട്ടാനുള്ള ചില പണികൾ. അങ്ങനെയുണ്ട് ചില ആളുകളെ സഹായം. അങ്ങനെ സഹായിക്കണ്ട ആരെയും നിങ്ങൾ. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യാ, ഭക്ഷണങ്ങൾ ധാരാളം. സ്വഹാബത്തെല്ലാം ഒരു നേരത്ത് 1 കറി 2 കറി തൊട്ടില്ല. നമ്മളങ്ങല്ല. ഇനിയിപ്പോ റാസിഖിന്റെ പേരിൽ വ്യത്യസ്തങ്ങളായ ഭക്ഷണ വിഭവങ്ങൾ ഉസ്താദന്മാർക്ക് വേണ്ടി, മീൻ തിന്നവർക്ക് മീന്, കോഴിന്റെ കോഴി, ആടിനാൾക്ക് ആട് ഒക്കെ കൊടുത്തു. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അവിടെ നിന്ന് മരിച്ചുപോയ റാസിഖിന്റെ ഉപ്പാക്കും 2 സഹോദരങ്ങൾക്കും അല്ലാഹു നീ സ്വർഗ്ഗ ഭക്ഷണം നൽകണം അല്ലാ. അവിടുത്തെ ഉമ്മാക്ക് നീ ആഫിയത്ത് നൽകണം അല്ലാ. സഹോദരങ്ങൾക്കും ഭാര്യക്കും കുടുംബത്തിനും എല്ലാവർക്കും നീ ജിലാനി തങ്ങളുടെ കാവലും ബദരീങ്ങളുടെ കാവലും നൽകി അനുഗ്രഹിക്കണം അല്ലാ. അവസാന കാലം വരുമ്പോ വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങളാണ്. എന്തെല്ലാം ഉണ്ടാക്കുന്ന പെണ്ണുങ്ങൾ യൂട്യൂബ് നോക്കിയിട്ട് ചിലതെല്ലാം ആക്കുന്നല്ലേ, എങ്ങനത്തെ ഐറ്റമല്ല ആക്കിയെങ്കില തിന്നുമ്പോ ജാഗ്രത ആയിക്കോണം അല്ലെ. ചിലപ്പോ ആക്കിയത് അല്ലെ. നല്ലത് പറയാ, ഏത് തിന്നാലും ഹബീബ് തങ്ങൾ ഒരു ഭക്ഷണത്തെയും കുറവ് പറഞ്ഞിട്ടില്ല, ഒരു ഭക്ഷണത്തെയും ചീത്ത പറഞ്ഞിട്ടില്ല, ഒരു കറിയെയും ദൂറി പറഞ്ഞിട്ടില്ല. ഉമ്മ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കണേ. ഉപ്പമാരെ, മക്കളെ, അവരുണ്ടാക്കിയ ഭക്ഷണത്തിന് കുറ്റം പറയണ്ട, കുറവ് പറയണ്ട, മോശം പറയണ്ട. ഭക്ഷണത്തിന് കുറവ് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ബറക്കത്ത് നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് കിട്ടേണ്ട സന്തോഷം കിട്ടാതെ പോകുന്നു. ഭക്ഷണത്തിന്റെ ദുആ കിട്ടാതെ പോകുന്നു. ഹബീബുനാ റസൂലുള്ളാഹ് ഒരൊറ്റ ഭക്ഷണത്തെയും ആക്ഷേപിച്ചില്ല, കുറ്റം പറഞ്ഞിട്ടില്ല, എന്തും ചെറുതാക്കി പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാനും പാടില്ല. മൂക്കോളെ തിന്നിട്ട് ചെന്ന് കച്ചമ്പർ കുറച്ച് തണ്ണിയായിട്ട് കൂട്ടിയിട്ടില്ലേ, കൂട്ടുന്ന കോരിയിട്ട് കൂട്ടിയിട്ട് കൂട്ടാതിരുന്നിട്ടൊന്നുമില്ല. ആക്ഷേപം പറയാ. ചില ആൾ അങ്ങനെയുണ്ട്. എന്താക്കിയെങ്കിലും ഉമ്മാന്റെ എല്ലാ ഭക്ഷണത്തിനെ പറയല്. എപ്പോ നോക്കിയെങ്കിൽ ഈ ഉമ്മാക്ക് ഇങ്ങനെ തന്നെ അറിയുന്നു. പറഞ്ഞു പോണ്ട. ഒരു ദിവസം ചോറ് വയ്ക്കുമ്പോ കറി അറിയാതെ അടിക്ക് പിടിച്ചോ, ഇത് കത്തിയിട്ട് പോയി. കറി എന്താക്കിയത് കത്തിയിട്ട് പോയി. അങ്ങനെ ഉമ്മയുടെ ചില എന്തുമ്മ എന്ത് കറി കത്തി, നീ എങ്ങനെ തിന്നു എന്നിട്ടല്ല ഉമ്മ ചെല്ലിയാല, മോനെ ഇന്ന് കറിയാക്കിന് ഞാനല്ല നിന്റെ വീട്ടിലാക്കിന് ഓളോട് കേക്ക്. ഓന് പേടിയായി. ചില അങ്ങനല്ലേ, ബിപി ജാസ്തി ഉണ്ടാന്ന് അല്ലേ, ബുഡതിനെ പൊടിക്കുന്നല്ലേ അല്ലെ, ജാസ്തി ഉണ്ടാന്ന് ഓരെന്തല്ലേ. എന്നിട്ട് ഓൻ പറഞ്ഞാല എന്തോട്ട് കത്തീനെങ്കിലും ചക്കുളി പോലെ പറക്കിരി തിന്നാന്നല്ല വാങ്ങുന്നുണ്ട്. ഇല്ലെങ്കിൽ ഓള് വെക്കുക. ആരെ ഉമ്മാക്കിയതാകുമ്പോ കത്തിയിട്ട് വാങ്ങില്ല. ഭാര്യയാക്കിയില്ല നമ്മ ചക്കുളിനാണ് കറുകുറുവായിട്ട് എന്തുണ്ട് നല്ല ഭാഗമുണ്ട്. ഇങ്ങനെ അല്ലെ അവസരവാദികളാകുക. ഏതുമാകട്ടെ, ഒരു ഭക്ഷണത്തെയും കുറ്റം പറയണ്ട. ഭക്ഷണങ്ങൾ ധാരാളം വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് എറിഞ്ഞു പോയാൽ, രോഗങ്ങൾ വന്നാൽ മരുന്ന് ഫലിക്കാതെയാകുന്നു. ഭക്ഷണങ്ങളേതും അറിയണ്ട, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചോ. ഭാര്യയും ഭർത്താവും മക്കളും കുടുംബവും ഉമ്മയും ഉപ്പയും ആ ഒരു സന്തോഷമില്ലേ. ഉപ്പാനെ വേറെ ഇരുത്തിയേക്കല്ല മക്കളെ, ഉമ്മാനെ വേറെ ഇരുത്തിയേക്കല്ല മക്കളെ. അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച വയസ്സായ ഉപ്പക്ക് തോന്നിപ്പോകണ്ട എനിക്കാരുമില്ല. ഇപ്പൊ
ഇപ്പൊ എന്തായിന്ന് കേട്ടെങ്കിൽ എല്ലാരും പ്രിയപ്പെട്ട ഉമ്മാന്റെ വയൽ യൂട്യൂബിൽ നിങ്ങൾ എന്ത് വേണമെങ്കിൽ അടിച്ചെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മന്നെ വരുന്ന എല്ലാവരുടെ വയൽ, പ്രിയപ്പെട്ട ഉപ്പാന്റെ വയലില്ല. ഉപ്പാന്റെ വയൽ പറയുന്ന ആരെങ്കിലും ഉമ്മാന്റെ വയൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ബേജാറാണ്. ഉപ്പാന്റെ വയൽ എന്ന് പറഞ്ഞെങ്കിൽ ബേജാറുവാ. ഈ വയസ്സായ ഉപ്പ നാളെ നമ്മളും ഉപ്പയാകാനുണ്ട്. ആ ഉപ്പാനെ ഒന്നിച്ചിരുത്തി ഭക്ഷണം കഴിക്കുക. വയസ്സായ ഉപ്പാരുടെ മനസ്സിന്റെ നോവ് പലരും അറിയാതെ പോകുന്നു എന്നാണ്. പല ഉപ്പമാരും അത് പറയുന്നില്ല. ഉപ്പമാറെ പറ്റി നല്ലോണം പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് അല്ലെ, ആണുങ്ങളുടെ ഭാഗത്തേക്കല്ല, പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. ഞാനിപ്പോ പറഞ്ഞല്ല പെണ്ണുങ്ങൾ ആണുങ്ങൾ ബല എടുക്കണോ, കക്കൂസ് വീണോ, ചെരുപ്പ് വീണോന്നല്ല, നല്ല നിയത്താക്കി ഇട്ടോളി. നിങ്ങൾ ഇട്ടത് കുറഞ്ഞെങ്ങനെ അടുത്തെല്ലാം വിളിക്കാലോ. നല്ലോണം ധാരാളം സദഖ ചെയ്തോളി. അല്ലാഹു തആല നിങ്ങൾ ആ കൊടുക്കുന്നതിലും ഇപ്പൊ സിദ്ധറാമയ്യനത് വരുന്നല്ല 2000 രൂപ ധൈര്യത്തിലിട്ട് 1000 2000 ഉണ്ട്. പേടിക്കണ്ട, ആരോട് കേക്കണ്ട. ഓരോ ആണുങ്ങളോട് കേട്ടിട്ട് ഗലാട്ട എന്തോ ആക്കണ്ട. 2000 രൂപ വരാത്ത ആളെ അക്കൗണ്ടിലേക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് നല്ല നിയത്താക്കി ഇട്ടോളി. നാളെ തന്നെ പറഞ്ഞു കാലത്താകുമ്പോ അള്ളാഹു തആല എത്തിച്ചേർത്ത് അല്ലേ. പെണ്ണുങ്ങൾക്ക് പൈസ ഇട്ടണോ കൊടുക്കണമെങ്കിൽ ആണുങ്ങൾ എന്ത് കൊടുക്കുന്നില്ല അല്ലേ 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 ആണുങ്ങൾ എന്ത് പേര് കൊടുക്കല. പെണ്ണുങ്ങളെ ബാധ്യത പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കിയല്ല. അല്ലാഹു തആല തന്നവർക്ക് സദഖ ചെയ്യുന്നവർക്ക് അവരുടെ മുറാദുകൾ എന്താണോ അല്ലാഹുവിനെ ഹാസിലാക്കി കൊടുക്കണം. വ്യത്യസ്തങ്ങളായി പാനീയങ്ങൾ കുടിക്കുന്ന കാലം വരും. എങ്ങനെയുള്ള പാനീയങ്ങളാണ്, എത്ര കളർ ജ്യൂസുകളാണ്. ജ്യൂസ് തൊട്ട് ചായ എത്ര കളർ കണ്ടിട്ടില്ലേ? ചായന്റെ കൗണ്ടർ, ടീ കൗണ്ടർ ഇല്ല. ഇങ്ങനത്തെ ഒരു അള്ളിയിലുള്ളത് ഇവിടെ ഇവിടെ ഇല്ലേ? കണ്ടിട്ടില്ല? കളർ കളർ ചായ കണ്ടിനാ? എല്ലാ സാധുക്കളായ നിഷ്കളങ്കരായ കണ്ടിട്ടില്ല? കളർ കളർ ചായ കണ്ടിനി ആട്ടെ അല്ല കാത്ത്. വ്യത്യസ്തങ്ങളായ കളറുകളിലുള്ള ഇനങ്ങളിലുള്ള കുടിക്കുന്ന വസ്തുക്കളാണ്. പണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അല്ലെ. ഒരു വെള്ളം അല്ലെങ്കിൽ പാല് അല്ലെങ്കിൽ ചായ, ഈ മൂന്നിലൊതുങ്ങിയിരുന്നു. ഇന്ന് വ്യത്യസ്തങ്ങളാണ്, ഓരോന്നും വ്യത്യസ്തങ്ങളാണ് അല്ലെ. വന്ന ആൾക്ക് കുടിക്കാൻ കൊടുക്കണം. പെണ്ണുങ്ങൾ ഇത് കൊടുക്കേയില്ല. മംഗലം വിളിക്കാൻ വന്നപ്പോ ഒക്കെ മോനെ നീ എന്താ മോനെ ബച്ചിനെ എല്ലും ഉള്ളല്ല കാണുന്ന കാട് എന്തില്ല, ചോറൊന്നും തരുന്നില്ല മോനെ. നിന്റെ ഉമ്മാനെ കാണാതെ എത്ര കൊല്ല. ഇതെല്ലാം മുണ്ടി ഓനെയാണെങ്കിൽ മൂത്തിരിക്കാൻ മുട്ടിയിട്ട് കഴിയുന്നില്ല. അപ്പുറത്തെ വേറെ ഫോണ് വന്നോണ്ട് നിൽക്കുമോനെ, നീ ഫോണ്ട മോനെ എപ്പം ഒരിക്കൽ കാണുന്നില്ല. കുറച്ച് മുണ്ടിറാന്ന് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇരിക്കുമോനെ ഇരുന്നിട്ടെല്ലാം മുണ്ടിയിട്ട് പഞ്ചാധികെല്ലാം ആക്കിയിട്ട് 3/4 മണിക്കൂർ എങ്ങനെ എല്ലാം തീർത്ത് കേട്ടിട്ട് എത്ര ശമ്പളം ഉണ്ട് മോനെ. പൊന്ന് യാരെടുക്കുന്ന ഓരെങ്ങനെ നല്ല പൊന്നെല്ലാം ഇടുവോ? നല്ലോണം നല്ല പാർട്ടിയാ. ആർക്ക്? ഉമ്മ ഒരു കാല് കബറിലുണ്ട്. ഉമ്മാക്ക് ബേജാറ് എത്ര പൊന്നിടും. ആണുങ്ങൾക്ക് ഈ ബേജാറൊന്നുമില്ല. വേണമെങ്കിൽ ഇടുന്നില്ല പോന്ന് മണ്ണിട്ട് മുടട്ട്. ആണുങ്ങൾ അങ്ങനത്തെ, പെണ്ണുങ്ങൾ അങ്ങനല്ല. ഇൻകൊരാക്കിയിട്ട് ഇതിന്റെ ബള്ളി പേര് എല്ലാം കിട്ടിയെങ്കിൽ ഒക്കെ അത് ഞങ്ങളെ സംബന്ധം. ലാസ്റ്റ് എല്ലായ പിന്നെ 50 ഫോൺ ഇടുന്ന സംബന്ധം. എന്ത് ഇടുന്നില്ല അല്ലെങ്കിൽ ഒക്കുമോനെ എന്ത് ഗുണമില്ല. ഇപ്പത്തോർ ആര് ഗുണമില്ല. ഈ രൂപത്തിലെല്ലാം പോയിട്ട് ഗേറ്റിന്റെ അടുത്തേക്ക് എത്തുമ്പോ അല്ല നിങ്ങൾക്ക് എന്ന് കുടിക്കാൻ വേണ്ടേ? ഞാൻ മംഗളത്തിന് വരണ്ടേ, മാമ മംഗളത്തിന് വരണമെങ്കിൽ നീ കുടിച്ചിട്ടേ പോണോ? അപ്പൊ ഇത്തരം എന്താക്കിയത്? അങ്ങനെയല്ല. വന്നാൽ കുടിക്കാൻ കൊടുക്കൽ എന്താണ്? അല്ലബനു വത്തംറു. അതിഥികൾക്ക് എന്ത് കൊടുക്കണം നബിയേ? കൊടുക്കാൻ നല്ലത് ഏതാണ് നബിയേ? പാലും ഈത്തപ്പഴവുമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. പാല് വലിയ ബറക്കത്തുള്ളതാണ്. അതുകൊണ്ടല്ലേ രാവിലെ പരകുടിയാകുമ്പോ പാല് വെക്കുന്നത്. ഹൈന്ദവ വാസ്തുശാസ്ത്രമല്ല, ഹബീബ് തങ്ങളാ പറഞ്ഞത്. വീട്ടിലേക്ക് വന്നവർക്ക് കുടിക്കാൻ കൊടുക്കേണ്ടത് പാലാണ്. അതുകൊണ്ടാണ് സയ്യിദന്മാർ ആലിമീങ്ങൾ പാല് ചൂടാക്കാൻ പറയുന്നത്. അതുകൊണ്ടാ ആദ്യം വന്നവർക്ക് പാലാണ്, വന്നവർക്ക് ആദ്യം കൊടുക്കേണ്ടത് പാലാണ്. കൂടെ ഈത്തപ്പഴമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി.
ഇതാണ് നല്ല. ചില മൗലുദിന്റെ അടുത്ത് വലിയ ഗമ്മത്ത് മൗലുദാമങ്ങലല്ല, ഈത്തപ്പഴം മാത്രം 40 ഉറുപ്പിന്റെ പാക്കറ്റ് ചാണ പോലെ ഉണ്ടാകുന്നു. ഒന്നിലേക്കൊന്ന് ജോയിന്റ് ആക്കിയിട്ട് അതിനെ പിടിച്ചിട്ട് പൊട്ടിക്കണമെങ്കിലേ പണിയുണ്ട് ഈത്തപ്പഴത്തിന്. ഇത്ര ബിരിയാണി കബാബ് ഇതെല്ലാം ആക്കുമ്പോ ഒരു 2 കിലോ ഈത്തപ്പഴം പൈസ കൊടുത്ത് നല്ലത് കൊടുത്തെങ്കിൽ എന്താണ് അത് ജീവൻ പോയെങ്കിൽ കൊണ്ടുവരല. ഈ ചാണം പോലത്തെ ഈത്തപ്പഴത്തിന് മീത്തക്ക് ഡെക്കറേഷൻ പഞ്ചാര ഇട്ടിട്ട്. അപ്പൊ ഞാൻ ഒരു ശരീരത്തിൽ പോകുമ്പോ ശരീരത്തിന്റെ പിള്ളേരോട് അല്ല മക്കളെ, നിങ്ങൾ ഈ പെണ്ണുങ്ങൾ ഇതല്ലേ ഈത്തപ്പഴത്തിന്റെ മോൾക്ക് പഞ്ചാര ഇടുന്നത് എന്തിനീ? അത് സീർണി ആക്കുന്നതിനെ ഈ ഈത്തപ്പഴത്തിന് പഞ്ചാര ഇട്ടിട്ട് സീർണി ആക്കുന്ന ആരി പൂർണ്ണ സീർണിയാക്കി കൊടുത്തേക്കുന്ന ഉസ്താദ്മാർക്ക് ഇത് തിന്നെങ്കിൽ ബായിലും പറ്റുന്നു, കയ്യിലും പറ്റും, ആടെയും പറ്റും, ഇടിയും പറ്റും. അങ്ങനത്തെ ഈത്തപ്പഴം കണ്ടൊക്കെ എന്തല്ല ഇങ്ങനത്തെ ഈത്തപ്പഴം വേണ്ടാന്ന് പറയാം അല്ലെ. പച്ചനെ ചൂടാക്കിയിട്ട് എടുക്കുന്ന ഈത്തപ്പഴാണ്. പച്ച ഈത്തപ്പഴത്തിനെ കേട് ഈത്തപ്പഴത്തിനെല്ലാം ചൂടാക്കിയിട്ട് എടുക്കുന്ന ഈത്തപ്പഴാണ്. അങ്ങനെ നമുക്ക് ഈ ചെറിയ പാക്കറ്റിലെല്ലാം വരുന്നത്. വലിയ മൗലൂദ് ബിരിയാണിക്കെല്ലാം ചിലവഴിച്ചില്ലേ, ആ മജ്ലിസിലേക്ക് വെക്കുന്ന ഈത്തപ്പഴം കുറച്ച് നല്ലത് വെക്കും. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. മജ്ലിസിൽ ഇരിക്കണം. ഇവിടെ കുത്തുബിയത്താണ്, കുത്തുബിയത്തിന്റെ സദസ്സിൽ ഇരിക്കണം. ഇരുന്നോൻക്കാണ് ഷീർണി. ഇത് ഷീർണിക്കാമ വരുന്ന ഒരു സംഘം വേറെ ഉണ്ട്. ഈ ഷീർണി എന്തെന്നറിയില്ല, എത്ര പൈസ ഉണ്ടെങ്കിൽ ഷീർണി ചിലപ്പോൾ മനസ്സിൽ ജീ മളക്കിയിട്ട് പോയി. ചില കമ്മിറ്റിക്കാരുണ്ട് ഷീർണി കട്ടിട്ട് വെക്കുന്ന കമ്മിറ്റിന്റെ ഓഫീസിൽ. ലാസ്റ്റ് കിട്ടി വീണങ്ങ് ചവണ അതാർക്കും കിട്ടില്ല അങ്ങ് കൊടുക്കാട്ട് ഞങ്ങൾ വെച്ചിനെ. ഈ വെച്ചത് മാത്രം ആർക്കും ശുദ്ധീകരിക്കുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു കമ്മിറ്റിന്റെ ഓഫീസിൽ നിന്ന് ചത്തിട്ട് നാർന്നിട്ട് ഉസ്താദ് ചെല്ലല്ല ഇതിന്റെ ഉള്ളിൽ നിന്ന് സ്മെല്ല് വരുന്നു. ലാസ്റ്റ് പോയിട്ട് നോക്കുമ്പോ റാത്തി വില കഴിഞ്ഞെത്തര ലാസ്റ്റ് പോയിട്ട് നോക്കുമ്പോ 5-8 കെട്ട് വെച്ചത് എന്താ ഇതിനെ പൊളിച്ചിട്ട് ചീഞ്ഞിട്ട് പുറത്തേക്ക് നാർന്ന്. ആര് വെച്ചിനെ നോക്കുമ്പോ CC ക്യാമറ നോക്കുമ്പോ വലിയ 36 വെച്ചിന് എടുത്തിട്ട് വെച്ചിന് CC ക്യാമറ നോക്കുമ്പോ. സീർണി കക്കുന്ന ആളുണ്ട് ചില മനുഷ്യന്മാർ. ഇടന്ന് അങ്ങനത്തെ ഉണ്ടാവില്ല. നല്ല മനുഷ്യന്മാർ തൊപ്പിയെല്ലാം വെച്ചിട്ട് കാണുമ്പോ കക്കാത്ത പോലെ കാണുന്നത് പിന്നെ അല്ലാക്കറി. ഇങ്ങനെയുള്ള ചില മനുഷ്യന്മാരെല്ലാം ഉണ്ട്. റമളാൻ മാസത്തിൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. റമളാൻ മാസത്തിൽ ഇങ്ങനെ ഇടണ്ട നോമ്പുറപ്പിക്കൽ ഉണ്ടോ? നോമ്പുറപ്പിക്കുന്ന ഇരുത്തിട്ടുണ്ട്. അജ്ജിന് പോയി 8 ആണ് മക്കളുണ്ടായാലും ഒരു ആചാർ കമ്മിറ്റിയിൽ ഒരാൾ ഒരു ജാഗ്രത ലൈവെല്ലാം ഉണ്ടല്ലോ, ചെല്ലനും പേടിയാ. സമൂസ എല്ലാം വെച്ചിട്ടുണ്ട്. ഇയാളെ മീറ്റെന്ന് ഞാൻ നോക്കിക്കൊണ്ടേയുണ്ട്. ഇയാൾ ഈ സമൂസനെ എടുത്തിട്ട് നല്ല മദ്രസിന്റെ ഡെസ്ക് ഇതിന്റെ ഉള്ളിലേക്ക് വെച്ച് മുസാഫ് കിതാബ് വെക്കുന്ന ജാഗയില്ല ഇടുക്ക് വെച്ചിട്ട് ഈടന്റെ സമൂസ വെച്ചിട്ടില്ല. എങ്ങനെ ആടെ സമൂസ വെച്ച് ഈ സമൂസ ആ സമൂസനെ ഒക്കെ ആക്കിട്ട് ആരെയും കെട്ടിയാൽ കൊറേ നേരം കഴിയുമ്പോ അപ്പുറത്തെ ഓൻ പറഞ്ഞിട്ടില്ല. ഓന്റെ സമൂസനെ എടുത്തിട്ട് എഴുതുന്നു. 2 സമൂസ കെട്ടി 1 സമൂസ തിന്ന്. റമളാൻ മാസത്തിൽ പള്ളിയിൽ നിന്ന് വന്നിട്ട് സമൂസ കട്ടിട്ട് കൊണ്ടുപോകുന്ന ജാതി. ഇങ്ങനത്തെ ഒരു കൾച്ചർ നമുക്കത് ഭയങ്കര ഇൻട്രസ്റ്റ്. ഇങ്ങനെ ഈ കക്ക് നെലി എന്തോ ഒരു സമാധാനം. ചില ആൾ അങ്ങനെ ഉണ്ട്. ഇവിടെ മംഗളത്തിന്റെ ഓളല്ലേ, ചില ആൾ അങ്ങനെ ഉണ്ട്. അങ്ങനെ മംഗളത്തിന്റെ അടുത്ത് മൈസൂർ പാക്ക് എടുത്തോണ്ട് പോകുന്ന പരോധി കൊണ്ടുവന്നു. എത്ര കിടാക്കളെല്ലാം കൊടുക്കുന്നു. ഓതി പിടിച്ചോന്ന് ഇത് ടിഷ്യൂ പേപ്പറിൽ നിറച്ചു കൊണ്ടുപോയിട്ട് കാറിൽ തിന്നിട്ട് പരക്ക് അസർക്ക് ചായക്കൂട്ടാനും എല്ലാം 2 നാക്ക് ചായക്കൂട്ടാനും വേറെ എന്തില്ല മൈസൂർ പാക്ക്. പാവ ഓരുടെ ലാസ്റ്റ് വന്നാള് പറയുന്നത് ഒരു മൈസൂർ പാക്ക് ആക്കി പാതി ആക്കിന് ശരിയാക്കാനായിട്ട് 5000 ഓർഡർ ആക്കി. പാതി ആളും കട്ടിട്ടേ കൊണ്ടുപോയത്. പാടില്ലാന്നാണ് ഉസ്താദോട് എന്നെ മസാല ചോദിച്ചോളിങ്ങ. 1 എടുക്കേണ്ട സ്ഥലത്ത് 2 എടുക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ എടുക്കൽ തെറ്റാണെന്നാണ്. അല്ലാഹു തആല നമുക്കെല്ലാം ബോധം തരട്ടെ. ഖിയാമത്ത് നാൾ അടുത്തു വരുമ്പോ വ്യത്യസ്തങ്ങളാകുന്ന കുടിക്കുന്ന വസ്തുക്കളാണ്, അതെല്ലാം ഹറാമാണെന്നൊന്നും അഭിപ്രായമല്ല. എല്ലാം കൂടി അങ്ങ് വളരെ ആവേശത്തോടെ കുടിക്കുമ്പോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു തവണ കുടിക്കാൻ ചോദിക്കുന്നു. വല്ലാത്ത ദാഹമുണ്ട്, കുടിക്കാൻ എന്തെങ്കിലും തരുമോ? ഖലീഫ തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് വെള്ളത്തിലേക്ക് തേൻ കലക്കിയിട്ടവർ കൊടുക്കുന്നു. വെള്ളത്തിലേക്ക് തേൻ കലക്കിയിട്ട് കൊടുക്കുന്നു.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വായിലേക്ക് വെച്ചിട്ട് ആ വെള്ളം അവിടെ വെച്ചിട്ട് നെഞ്ചത്തടിച്ച് പൊട്ടിക്കരയുന്നു, അല്ലാ അല്ലാ, എനിക്ക് നീ ദുനിയാവിൽ തന്നെ എല്ലാത്തിന്റെയും പ്രതിഫലം തരികയാണോ? ഇവിടെ പല സ്വഹാബത്തും കുടിക്കാൻ വെള്ളമില്ലാതെ യുദ്ധപോർക്കളത്തിൽ വെച്ചിട്ട് ഷഹീദായി പോയിട്ടുണ്ട്. അല്ലാ, എനിക്ക് കുടിക്കാൻ ചോദിക്കുമ്പോ തേൻ കലക്കിയ വെള്ളമാണല്ലോ കിട്ടുന്നത്. ഇതെന്ത് പരീക്ഷണമാണ് അല്ലാ! എന്താണ് ദാഹിക്കുന്ന വേളയിൽ സ്വഹാബത്ത് കുടിക്കുന്ന വെള്ളത്തിലേക്ക് ഒരൽപ്പം തേന് കലർത്തി കൊടുത്തപ്പോ കുടിക്കാതെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞല്ലോ. എന്റെ കൂട്ടുകാർ പലരും വെള്ളം കുടിക്കാനില്ലാതെ ഷഹീദായി പോയിട്ടുണ്ട്. ഞാനോ തേൻ കലക്കിയ വെള്ളം കുടിക്കുകയാണോ? നമ്മൾ എന്തെല്ലാം കുടിക്കുന്നു, എന്തെല്ലാം തിന്നുന്നു. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം അല്ലാ. ഇനി ഇങ്ങനെല്ലാം ചൊല്ലിയിട്ട് നാളെ ഉസ്താദിന് ഒരു സാമ്പാറും ഒരു ചോറും കൊടുത്തിട്ടുണ്ടാ. അത് ഒരു ഉസ്താദ് സാമ്പാറും ചോറും, മറ്റേ ഉസ്താദിന് മട്ടണും കബാബും.